Hi students, welcome back to our zoology class. Okay, today's our topic is about mutations and genetic code. Mutations and genetic code. The last class we discussed what is genetic code. What is genetic code and what is a codon, what is a triplet codon. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഇന്ന് മ്യൂട്ടേഷൻസ്, ഒരു ജനറ്റിക് കോഡിനുള്ളിൽ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക, എങ്ങനെയാണ് അവിടെ ചേഞ്ചസ് ഉണ്ടാവുക, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് മീൻ ബൈ മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ മീൻസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് അല്ലേ. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ്. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ആണ് മ്യൂട്ടേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. And there are mainly two types of mutation: point mutation and frame shift mutation. First one is a point mutation. What is meant by point mutation? ആ ടൈമിൽ തന്നെ ഉണ്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സഡൻ ചേഞ്ചസ് ഉണ്ടാവുന്നത്, സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് പോയിന്റ് മ്യൂട്ടേഷൻ. അതായത് ഡി എൻ എൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്നൊരു ജീനിനുള്ളിലാവാം അല്ലേ. ആ പർട്ടിക്കുലർ ജീനിനുള്ളിൽ ഒരു ചേഞ്ചസ്, ജീനിനുള്ളിൽ മാത്രം ചേഞ്ചസ് വരുന്നത്. ഡി എൻ എ ഇഷ്ടംപോലെ ജീൻസ് ഉണ്ടല്ലോ, ഒരു പർട്ടിക്കുലർ ജീനിൽ മാത്രം ചേഞ്ചസ്, സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് വന്നാൽ അത് പോയിന്റ് മ്യൂട്ടേഷൻ ആയി. ഓക്കെ, സോ വാട്ട് ഈസ് എ പോയിന്റ് മ്യൂട്ടേഷൻ? This type of mutation occur within gene. ജീനിനുള്ളിൽ മാത്രം, പോയിന്റ് പർട്ടിക്കുലർ പോയിന്റ് ഡി എൻ എൽ ഒരു പർട്ടിക്കുലർ ജീനിനുള്ളിൽ മാത്രം മ്യൂട്ടേഷൻ വരുന്നതാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിംഗിൾ ബേസ് പെയർ മാത്രം ആവാം. ഇറ്റ് ഇൻവോൾവ് എ സിംഗിൾ ബേസ് പെയർ ആവാം കേട്ടോ. ബേസ് പെയർ, സിംഗിൾ ബേസ് പെയർ മാത്രം. നമ്മളിത് പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ പഠിച്ചതാണ്. സിക്കിൾ സെൽ അനീമിയ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സിക്കിൾ സെൽ അനീമിയ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്? ഹീമോഗ്ലോബിൻ ചെയിനിലെ ഏതിലാണ്? ഹീമോഗ്ലോബിൻ ചെയിനിലെ ബീറ്റ ഗ്ലോബിൻ ചെയിൻ അല്ലെ. ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ വരുന്നത്. ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ എന്ത് വരും? അവിടെ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന മൂലം 6th പൊസിഷനിലുള്ള ഗ്ലൂട്ടാമിക് ആസിഡ് എന്തായിട്ട് മാറുന്നു? ഗ്ലൂട്ടാമിക് ആസിഡ് വാലിനായിട്ട് മാറുന്നു. വാലിൻ. അപ്പം അങ്ങനെ ഓൾറെഡി ഉണ്ടാവേണ്ടത് ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന അമിനോ ആസിഡാണ്. ഈ ബീറ്റ ഗ്ലോബിൻ ചെയിനിൽ പ്രോട്ടീൻ ചെയിനാണ്, അവിടെ ഗ്ലൂട്ടാമിക് ആസിഡാണ് വരേണ്ടത് 6th പൊസിഷനിൽ. ബട്ട് മ്യൂട്ടേഷൻ സംഭവിക്കുന്ന മൂലം, ഒരു പർട്ടിക്കുലർ മ്യൂട്ടേഷൻ ആ പർട്ടിക്കുലർ ജീനിൽ സംഭവിക്കുന്ന മൂലം ഈ അമിനോ ആസിഡ് മാറി വാലിൻ ആവുന്നു. വാലിൻ ആവുമ്പോൾ നമ്മുടെ ഹീമോഗ്ലോബിൻ എന്താ ഷേപ്പായിട്ട് മാറുന്നു? സിക്കിൾ ഷേപ്പായിട്ട് മാറുന്നു. സോ സിക്കിൾ സെൽ അനിമിയ ഉണ്ടാവുന്നു. അപ്പോൾ അത് പോയിന്റ് മ്യൂട്ടേഷന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ പോയിന്റ് മ്യൂട്ടേഷൻ, വാട്ട് ഈസ് മീൻ ബൈ പോയിന്റ് മ്യൂട്ടേഷൻ? ദാറ്റ്സ് എ മ്യൂട്ടേഷൻ occur within a gene. That means it involve a change in a single base pair. ജീൻ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ബേസ് പെയറിനുള്ളിൽ മാത്രം ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഫ്രെയിം ഷിഫ്റ്റ്, അതായത് ഒരു പർട്ടിക്കുലർ ഫ്രെയിമാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത് അല്ലേ. ഒരു സ്ട്രക്ചർ ജീൻ മാത്രമാണ് ടെംപ്ലേറ്റ് സ്റ്റാൻഡായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ ടെംപ്ലേറ്റ് സ്റ്റാൻഡിൽ നിന്ന് RNA ഉണ്ടാവുന്നു. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഭാഗം ഒരു ഫ്രെയിമാണ്. അതിനുള്ള കോഡോൺസ്, ഈ നേരത്തെ ട്രിപ്ലറ്റ് കോഡോൺസ് ഓരോ അമിനോ ആസിഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നിരനിരയായിട്ട് നിൽക്കുക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഫ്രെയിമിനുള്ളിൽ വരുന്ന ചേഞ്ചസ്, അതൊരു പക്ഷേ ഇൻസേർഷൻ ആവാം അല്ലെങ്കിൽ ഡിലീഷൻ ആവാം. രണ്ടും ഉണ്ട്, ഇൻസേർഷനും ഉണ്ട് ഡിലീഷനും ഉണ്ട്. ഒന്നുകിൽ ഒരു ബേസ് പെയർ ഇൻസേർട്ട് ചെയ്യുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ അതിലൊരു ബേസ് പെയർ ഡിലീറ്റ് ആവുന്നതിൽ പോകുന്നുണ്ടാവാം. അങ്ങനെ സംഭവിക്കുന്ന മ്യൂട്ടേഷനാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ, that is the insertion or deletion of one or two bases, changes in the reading frame. Insertion or deletion, അതാണ് എൻ്റെ insertion or deletion of base pair. അതിൻ്റെ ഫലമായിട്ട് എന്താവും? റിസൾട്ടിങ് ഇൻ ദ പ്രോട്ടീൻ, ആ റീഡിങ് ഫ്രെയിം ഓഫ് ജീൻ തന്നെ ചേഞ്ച് ആവുന്നു. ആ ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇത് ഒരു ബേസ് പെയർ ആഡ് ചെയ്യോ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ജീനിൻ്റെ ഫ്രെയിം ഷിഫ്റ്റ് മാറിപ്പോകുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ പ്രോട്ടീനുള്ള അമിനോ ആസിഡ് ഡിഫറൻ്റ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. റാം ഹാസ് റെഡ് ക്യാപ്പ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കേട്ടോ. റാം ഹാസ് റെഡ് ക്യാപ്പ്. നമുക്കൊന്ന് മനസ്സിലായല്ലോ, റാം ഹാസ് റെഡ് ക്യാപ്പ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. ബിറ്റ്വീൻ ഹാസ് ആൻഡ് റെഡിലോട്ട് ഞാൻ ബി എന്ന ഒരു ലെറ്റർ ഇൻസേർട്ട് ചെയ്തു.
ബിറ്റ്വീൻ. അപ്പോൾ നോക്കൂ, ഇതൊരു ഫ്രെയിമിനുള്ളിൽ ഓരോന്നും 3 ലെറ്ററാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ട്രിപ്ലറ്റ് കോഡോണിനെയാണ് കേട്ടോ. ട്രിപ്ലറ്റ് കോഡോണിനെയാണ് ഇത് ഓരോന്നും റെപ്രസെന്റ് ചെയ്യണത്. 3 ലെറ്ററാണ് അല്ലേ ട്രിപ്ലറ്റ് കോഡോണില്ല. അങ്ങനെയാണല്ലോ അവിടെ ജനറ്റിക് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 3 ലെറ്ററുള്ള വേർഡ്സ് ഉപയോഗിച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. റാം ഹാസ് റെഡ് ക്യാ. റാം ഹാസ്, അപ്പം ഞാൻ അവിടെ ഒരു ഇൻസേർട്ട് ചെയ്തു, ഒരു അഡീഷണൽ ലെറ്റർ ബി എന്ന അഡീഷണൽ ലെറ്റർ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ എന്തായി, ആ ഫ്രെയിം മൊത്തത്തിൽ മാറി. റാം ഹാസ് BRE കാരണം ഇവിടെയാണ് വന്ന് ഞാൻ ഇൻസേർട്ട് ചെയ്തത്. അപ്പം ബിയുടെ കൂടെ ചേർന്നത് BRE, ഡി ഇങ്ങോട്ട് മാറി. DCA, പി മാറി, പി ഒറ്റയ്ക്കായി. ഓക്കെ, ഇവിടോട്ട് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഹാസ് 3 ലെറ്ററായി, റാമിന് 3 കോഡോൺസ് ഉണ്ട്, 3 ബേസ് പെയർ ഉണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്ക് ബി വന്നതുകൊണ്ട് BRE അത് 3 ഉടനെ ഡി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. DCA, പി ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ അടുത്ത ലെറ്റർ ആഡ് ചെയ്യണം. അവിടെ തന്നെ വീണ്ടും ആഡ് BI എന്ന് ഇൻസേർട്ട് ചെയ്യുക, BI. അപ്പം വീണ്ടും ആ ഫ്രെയിമിന് ഷിഫ്റ്റ് സംഭവിച്ചു. റാം ഹാസ് BIR, ഇവിടെ തന്നെ ഇൻസേർട്ട് ചെയ്ത് BIR, വേണ്ട BIR, IR. അപ്പം ഈ ഷിഫ്റ്റ് ചെയ്തു. DC, അപ്പോൾ A ഇങ്ങോട്ട് ചേർന്നു, AP. വീണ്ടും ഞാൻ ഒരു ലെറ്ററൂടെ ഇൻസേർട്ട് ചെയ്യാണ്, G. റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് മൊത്തത്തിൽ മാറി, നമുക്കൊരു ന്യൂ മീനിങ് ഉണ്ടായി. റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. അപ്പം ഒരു G കൂടെ ഇൻസേർട്ട് ചെയ്യുമ്പം അതിനൊരു മീനിങ് വന്നു അല്ലേ. റാം ഹാസ് ബിഗ് റെഡ് ക്യാപ്പ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് കോഡിലും ഇൻസെർഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു ഷിഫ്റ്റിന് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിന് മൊത്തത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. റാം ഹാസ് റെഡ് ക്യാപ്പ്, ഇത് ഇൻസെർഷനാണ്. ഇതേപോലെയാണ് ബേസ് പെയർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ ബേസ് പെയർ അവിടെ വന്നു കഴിയുമ്പോൾ ആ ഒരു ഫ്രെയിമിന് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷൻ, അതിന് ലാസ്റ്റ് ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു മീനിങ് ഉണ്ടാവും. പക്ഷെ അത് മൊത്തത്തിൽ മാറിയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഡിലീഷൻ, അതായത് ഡിലീറ്റ് ആയി പോവുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബേസ് പെയർ ഡിലീറ്റ് ആയി പോവുകയാണ്. സെയിം സ്റ്റേറ്റ്മെന്റ്, റാം ഹാസ് റെഡ് ക്യാപ്പ് ആണല്ലോ. റാം ഹാസ് സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. റാം ഹാസ് റെഡ് ക്യാപ്പ്. സെയിം സ്റ്റേറ്റ്മെന്റിനാണ്. അവിടെ ഞാൻ 6 ഡിലീറ്റ് ചെയ്തു. ഈ 6 ഡിലീറ്റ് ചെയ്തപ്പോൾ നോക്കൂ, റാം ഹാസ് 6 പോയല്ലോ. ED അവിടെ 3 കിടന്ന് നിൽക്കാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ C ഇങ്ങോട്ട് മാറി വന്നു, EDCAP. അപ്പോൾ അത് മീനിങ് ലെസ് ആണ് അല്ലേ. റാം ഹാസ് EDCAP. അടുത്തത് റാം ഹാസ് 6ഉം E ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഷിഫ്റ്റ് ചെയ്തു അല്ലേ. ലെറ്റേഴ്സ് ഇവിടെ നിന്നും ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് റാം ഹാസ്, ഞാൻ ഏതൊക്കെ കളഞ്ഞത്, 6ഉം കളഞ്ഞു, E-യും കളഞ്ഞു. അപ്പോൾ DCA, PI. RED കളഞ്ഞു ഞാൻ. RED കളഞ്ഞപ്പോൾ റാം ഹാസ് ക്യാപ്പ്. റാം ഹാസ് 6ഉം E-യും D-യും കളഞ്ഞപ്പോൾ റാം ഹാസ് ക്യാപ്പ്. ഇതിനെയാണ് നമ്മൾ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞത്. ഡിലീഷൻ ആവാം, ഇൻസേർഷൻ ആവാം. അപ്പോൾ ഇത് ഏത് ഇതിലായാലും നമുക്ക് ആ ഒരു ഫ്രെയിമിന് മൊത്തത്തിൽ ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷൻ തന്നെയാണ് നമ്മൾ പറയുന്നത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ തലാസ്മിയ. അത് നമ്മൾ പഠിച്ചതാണ്. തലാസ്മിയ ഉണ്ട് കേട്ടോ. തലാസ്മിയ. ഓക്കെ, അതാണ് എക്സാമ്പിൾ ഓഫ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഇറ്റ് ഈസ് അബൌട്ട് ദ mutation. So what is a mutation? Mutation is sudden heritable change and point mutation that occur within a gene. Frame shift mutation due to insertion or deletion of base pair. As a result, the frame of a gene changed. An example of point mutation, sickle cell anemia, and example of frame shift mutation, thalassemia. Okay.